Audience. ഒരു ചായ എടുത്തേങ്ങോട്ട്. ചായ ചോദിച്ചിട്ട് നേരം കുറെ ആയി. മനുഷ്യൻ തൊണ്ട കൊണ്ട് ചത്താലെങ്കിലും ഒരു ചായ തരുമെന്നു. നിനക്ക് കേൾവി വല്ലതും നഷ്ടപ്പെട്ട? ഞാനൊരു ചായ എന്ന് പറഞ്ഞ് ചോദിക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരമായി തങ്കം. കാല് തളർന്നൊന്നും പോയിട്ടില്ലല്ലോ നിങ്ങളുടെ. നേരം വെളുത്തപ്പം മുതൽ ഞാൻ ഇവിടെ കിടന്ന് നെട്ടോട്ടം മട്ടോട്ടം ഓടുവാണ്. ആ കട്ടിലെ നിന്ന് അവിടെ ഇരുന്ന് കുറെ നേരം ഫോണും ചെയ്തോണ്ട് നിങ്ങൾക്ക് ഞാൻ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്ന കാണാൻ പാടില്ലേ? ഒന്ന് ഒരു കൈ സഹായിച്ചാൽ നിങ്ങളുടെ കയ്യിലെ വള ഊരി പോവോ? ആഹാ, രാവിലെ ഇടത് സൈഡ് തിരിഞ്ഞാണ് എണീറ്റ് ഉടക്കാൻ തന്നെ തയ്യാറായിട്ട് വന്നേക്കാണല്ലോ. പ്ലാവല എടുത്ത് തിരിച്ചിടാൻ പാടില്ലേ നിങ്ങൾക്ക്? ഞാൻ ഇപ്പൊ പ്ലാവലല്ല ചോദിച്ചത്, ചായയാണ് ചോദിച്ചത്. പ്ലാവല മാങ്ങാ തൊലി. ഒരു ചായ ചോദിച്ചാൽ എന്തോ ബുദ്ധിമുട്ട് നിനക്ക്? നാട്ടിലിറങ്ങിയ അയ്യോ ഓരോ വീട്ടില് ചെന്ന് പറയണേ മിറ്റേ കണ്ട ഈ ചായ അവിടെ ഇട്ട് വെച്ചേക്കാം, അത് അവിടെ നിങ്ങോട്ട് എടുത്തിട്ട് വരാനുള്ള നിങ്ങൾക്ക് കൈക്ക് ആരോഗ്യമില്ല അല്ലേ? നിനക്ക് എന്താണ് ഇവിടെ ജോലി? എന്റെ ജോലി നിങ്ങൾ രാവിലെ ഇവിടെ വന്ന് നോക്കി എനിക്ക് എന്തെല്ലാം പണിയുണ്ടെന്ന്. എന്ത് ബലം പറിക്കുന്നു ഇവിടെ? ഇവിടെ നീ 24 മണിക്കൂർ മലമറിച്ചോണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് എന്താ പണി? എനിക്ക് പല കാര്യങ്ങളും. ഞാൻ ഒരു പൊതുപ്രവർത്തകനാണ്. എനിക്ക് 100 കാര്യങ്ങളുണ്ട്. 100 വ്യക്തികളാണ്. ഒരു കാര്യം ഇവിടെ ചെയ്താൽ മതി. നിനക്ക് പിന്നെ എന്താണ് ഇവിടെ ജോലി എന്നാണ് ഞാൻ ചോദിച്ചത്. എനിക്ക് ഒരു ജോലിയില്ല. ഞാൻ രാവിലെ നിങ്ങളുടെ കട്ടിലിന്റെ അടുത്ത് നിന്ന് ഞാനും ഇവിടെ ചെയ്യണ ജോലി എന്ന് പറഞ്ഞതാ. ഇവിടെ കിടക്കണത് കണ്ടു നോക്കാം. കൊച്ചും ഇന്നലെ കഴിച്ച ആ കേക്കിന്റെ പൊടി അവിടെ കിടപ്പുണ്ട്. ഓറഞ്ചിന്റെ തൊലി അത് അവിടെ കിടപ്പുണ്ട്. പല സാധനം അങ്ങ് ഇങ്ങോട്ട് കിടക്കും. പിന്നെ എന്ത് ജോലിയാണ്? കാലിങ്ങനെ എടുത്തു വെച്ചിങ്ങ് പോന്നല്ലേ ഉള്ളൂ, അല്ലാതെ പിറക്കിയത് എടുത്തില്ലല്ലോ. നിനക്ക് സർക്കാർ ജോലിയൊന്നും ഇല്ലല്ലോ. ഞാൻ ചെയ്യുന്ന ജോലിയൊന്നും ജോലിയല്ലേ? നീ എന്ത് മലമറിക്കണ്? എന്ത് ഇവിടെ ചോറും കറിയും ഉണ്ടാക്കണ വലിയ ജോലി? 10-30 രൂപ നല്ല ഊണ് ഇവിടെ കടയിൽ കിട്ടും. അല്ല, കൊതി പറയണ സമയം മതി നിനക്ക് ഇവിടെ ബാക്കി ജോലി ചെയ്യാൻ. നിങ്ങൾ പിന്നെ എന്താ ചെയ്യണത്? അറിയാമോ? നോക്കിക്കോ, നിങ്ങളെ ഞാൻ പഠിപ്പിക്കും. ഞാൻ ഇവിടെ ഞാൻ ഇറങ്ങി പോയി നരകത്തിന്ന്. നീയൊക്കെ പോണടം നരകോ? നീ എവിടെ പോയി? സ്വർഗത്തിൽ പോയാലും അവിടെ നരകോ? നീയൊക്കെ പോയാ അങ്ങനെ ഞാൻ വെറുതെ ഒന്നും പോവില്ല. നിങ്ങളെ ഞാൻ കൊന്നോട്ടേ പോവുള്ളൂ. അതിന് ഞാൻ നിന്നിരുന്നടി. അതിലും അന്തസ്സായിട്ട് ഞാൻ ചാവും. അത് തന്നെ, അതാ നല്ലത്. നിങ്ങൾ ചാവണതാ നല്ലത്. നിനക്കത് നിന്റെയൊക്കെ ലക്ഷ്യം അത് തന്നെ. അതെ, ഭൂമിക്ക് ഭാരവാ നിങ്ങൾ. തന്നെ ഭൂമിക്കല്ല. നിന്നൊക്കെ പോലുള്ള ഇവിടെല്ലാം ഉണ്ടല്ലോ നമ്മൾ പാഴാക്കി കളഞ്ഞു എടുത്ത് തലയിൽ വെച്ച്. അവര് പറഞ്ഞതിനകത്ത് എന്താ കുറ്റം? ആ റോസ് വരെ അവിടെ ഉള്ളപ്പോ എന്നെ കൊണ്ട് എന്തെല്ലാം പണി ചെയ്യിപ്പിക്കുന്ന അറിയോ? നിങ്ങൾക്ക് ഇവിടെ നിങ്ങളെ കൊണ്ട് ആവുന്ന പണി നിങ്ങൾക്ക് ചെയ്തുകൂടെ? ഞാൻ ഇരുന്ന തൊഴിലാളി വന്ന് നിനക്ക് മറ്റേ വെട്ടി വിഴുങ്ങാൻ തരണോണ്ടല്ലേ ഈ സ്നേഹം ഇല്ലേ? പക്ഷെ കഷ്ടപ്പെടുന്ന ഒരുത്തന്റെ വേദന വെക്കുന്നു അറിഞ്ഞൂടാ. സത്യം പറയാം, ഇതിലും വേദന ചത്തു തൊലയുടെയാണ് നല്ലത്. എടാ അങ്ങും ഇഞ്ഞൊക്കെ മുറിഞ്ഞിരിക്കുന്നല്ലോ. ഇതെന്തോന്ന്? പോയി അന്വേഷിക്ക്. വഴക്കിട്ടിട്ടാ വന്നേക്കുന്നു. അമ്മേ, നേരം വെളുത്തപ്പം പോലെ ഞാൻ ഒരു സ്ഥലത്ത് ഇരുന്നിട്ടില്ല. മിക്സിയിൽ അരച്ച അത് പിടിക്കൂല, ചാറും തേങ്ങ അരച്ച കറി ഇല്ലെങ്കിൽ അത് പിടിക്കൂല. ആ അമ്മിക്കല്ലിലിട്ട് അരക്കണമെങ്കിൽ എന്ത് പാടുണ്ടെന്ന് അറിയാലോ. ഞാനെല്ലാം പണിയെല്ലാം തീർത്ത് വരുമ്പോഴത്തേനും ഞാൻ എത്ര നേരം മുമ്പ് കേൾക്കണമെന്ന് അറിയോ? കട്ടിലേലിരുന്ന് ഫോണിൽ ഇങ്ങനെ സാന്നും പറഞ്ഞ് ഇങ്ങനെ വർത്താനം പറഞ്ഞോണ്ടിരിക്കുക. ആരോടോ ഒരു കൈ വന്ന് എന്നെ ഒന്ന് സഹായിക്കാൻ പാടില്ലേ? ഒന്നും ചെയ്തു തരൂല, ഒന്നും. എന്നിട്ട് അവിടെ നിന്ന് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോ കസേരയിൽ വന്നിരുന്ന് ഞാൻ ഇങ്ങനെ നിന്ന് പണിതുകൊണ്ടിരിക്കുക. ആ ചായ അവിടെ ഇട്ട് വെച്ചിട്ടുണ്ട്, അത് എടുത്തൊന്ന് കുടിക്കാൻ പാടില്ലേ? ചായതാന്ന് പറഞ്ഞ കീട്ടില്ല. തൊട്ട് മുമ്പ് ഞാൻ ഈ പച്ചക്കറി അരിഞ്ഞ വേസ്റ്റ് ഒക്കെ കിടക്കുക. ആ കൈവച്ച വന്ന് 5 പേരെടുത്ത് അങ്ങ് വാരിക്കളഞ്ഞ അത് പോവില്ലേ? ചോദിച്ചപ്പോ എന്നെ കുറെ കുറ്റം. എങ്ങനെയാണ് ഈ വീട് കിടക്കുന്നത്? അങ്ങനെയാണ് ഇങ്ങനെയാണ്. നീ എവിടെ പോയാല് അത് ഇവിടെ അങ്ങനെയൊക്കെ തന്നെയല്ലേ? ചേട്ടൻ വല്ലതും ചെയ്യാറുണ്ടോ? ഒരു ഗ്ലാസ് ചായ എടുത്ത് കൊടുത്തെന്ന് വെച്ചാൽ ഒന്നുമില്ല. അവന് പാർട്ടിക്കാരൻ പലരോടെ സംസാരിക്കാൻ കാണും, അതുകൊണ്ടായിരിക്കും. നീ വെറുതെ വളം വെച്ച് കൊടുക്കല്ലേ? എനിക്ക് ദേഷ്യം വന്നിരിക്കുന്നു. സംശയം ചോദിക്കട്ടെ കുട്ടിയെ, എന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ എത്ര ദിവസമായി? ഒരാഴ്ചയായിട്ടുള്ള
മകളെ കെട്ടിച്ചു കൊടുക്കറ ഇതുപോലെ ഒരു ചെക്കനുണ്ടായി. ഇത്ര കാലം കൂടെ ജീവിച്ചിട്ട് അവന്റെ സ്വഭാവം അറിയില്ല. അവന് നീ ചായ കൊണ്ടു കൊടുത്തിട്ട് അവൻ കുടിക്കാറില്ല പതിവ്. പിന്നെന്താ നടക്കൊരു പറ്റായ? എന്നാലും പറഞ്ഞു പോവൂലേ, നിവൃത്തികേടാണ് മനുഷ്യന്റെ. എന്നും പറയണ്ട, അതന്നെ പ്രശ്നം. എനിക്കിനി ഉപദേശിക്കാനൊന്നും വയ്യ. ഞാൻ ഉപദേശിച്ച് മടുത്തേ എൻ്റെ ഗിരിരാജ. ഉള്ള കാര്യം ഞാൻ പറയാല്ല. അതെ, ഒന്നാമത് ഞാൻ പറയട്ടെ, അത് ഇവള് ശരിയല്ല. ഇവള് ഏത് നേരെ അവനങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കും. ഒച്ചയൊന്നും ഞങ്ങള് കേട്ടില്ലല്ലോ. ഭയങ്കര വഴക്കായിരുന്നു. ഞാൻ പിന്നെ നിന്ന് വഷളാക്കണ്ടെന്ന് വിചാരിച്ചു 2 കൈയും കൂട്ടിയടിച്ചാലല്ലേ ഒച്ച കേൾക്കുള്ളൂ. ഇറങ്ങി പോന്നതാ ഞാൻ. അത് തന്നെ നല്ലത്, അതാണ് നല്ലത്. വയ്ക്കണേനും ജോലി ചെയ്യണേനും കുഴപ്പമില്ല. പക്ഷെ ആണുങ്ങളോട് സംസാരിക്കണതിനൊരു മര്യാദ ഒന്നുമില്ലെങ്കിൽ കെട്ടിയണാണല്ലോ, ആ ഒരു മര്യാദയെങ്കിലും കാണിക്കണ്ടേ. അവൻ എണീറ്റ് ഒന്നെ ഉടക്കാനായിട്ട് നമ്മൾ ജോലി ചെയ്ത് വളർന്ന് വന്നാൽ ഇത് വാങ്ങിച്ചപ്പോൾ തുടച്ചെല്ലാം തോന്നുന്നു. ഏട്ടാ, ഞാൻ രാവിലെ കഞ്ഞിയും കൊണ്ട് ഹോസ്പിറ്റലിലോട്ട് പോകാനിരിക്കുമായിരുന്നു. അപ്പോഴാണ് ചേച്ചി വിളിച്ച് പറഞ്ഞത് ഡിസ്ചാർജ് ആയെന്ന്. ഇല്ല, ഇന്നലെ വൈകിട്ട് പറഞ്ഞില്ല. ക്ലീറ്റോ ചേട്ടൻ ഒരേ നിർബന്ധം, ഡിസ്ചാർജ് അത് തിരിച്ചു പോകണം, ഡിസ്ചാർജ് ആയിട്ട് തിരിച്ചു പോകണമെന്ന്. ആ, അവിടെ കിടക്കണ്ടെന്ന്. എനിക്കറിയത്തില്ല എന്താന്ന്. ഇല്ലില്ല, ഒന്നും ആയില്ലെന്നാ പറഞ്ഞത്, ഒന്നും വേണ്ടാന്ന് പറഞ്ഞ്. ആ, ഇപ്പോൾ വരുമെന്നാ പറഞ്ഞത്. ഞാനിവിടെ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ, പെട്ടെന്ന് ഇങ്ങോട്ട് വാ. ആ, ശരി. അതെ, വന്നേട്ടാ അവര്. ആ, ഞാൻ വിളിക്കാവേ. അമ്മേ, അമ്മേ, ദേ അവര് വന്ന്. തക്കുട് വാടാ, ഡാഡി വന്ന്. ആ, സാധനങ്ങളൊക്കെ ഇറക്കി ബാക്ക് അടിക്ക് പറഞ്ഞിട്ടുണ്ടേ. എടുക്കാനുണ്ടോ സാധനങ്ങൾ? ഒരുപാട് സാധനങ്ങൾ ഒരുപാടുണ്ട്. ആ, ഇതൊക്കെ അല്ലേ ചേട്ടനെവിടെ ചേട്ടാ? വാ, ഇറങ്ങി വാ. 1100 പറഞ്ഞേ. 100 അഡ്ജസ്റ്റ് ചെയ്യും. 1000 അതൊക്കെ ഇറക്കിക്ക. പതുക്കെ ഇറങ്ങടാ. അങ്ങോട്ട് പിടിച്ച കുഞ്ഞെ. ഇളകരുത് പറഞ്ഞിട്ടുണ്ട്. ഇളകരുത് പറഞ്ഞു. പതുക്കെ പതുക്കെ കൈ തുളക്കരുത്. എല്ലാം എടുത്തോ? ഫ്ലാസ്ക് ഉണ്ടായിരുന്നു, ഫ്ലാസ്ക് ഉണ്ടായിരുന്നു. ഈ താടിയിൽ ഇവിടെ വിട്ടിട്ടുണ്ട്. അത് ഇങ്ങനെ ഇളകാണ്ട് വെക്കണം. ഇങ്ങനെ ഇളകി കഴിഞ്ഞാൽ പിന്നെ ഇത് രണ്ടാമതായ പ്രശ്നമാവും. കുഴപ്പമില്ല. പിന്നെ ശബ്ദം പുറത്തേക്ക് വരില്ല. ഒരാഴ്ചയൊക്കെ കഴിയും. എന്നിട്ട് ഇത് മാറിയിട്ട് പിന്നെ നീര് പോന്നിട്ട് പിന്നെ കൊണ്ട കാണിക്കണം. മക്കളെ, എന്താ എല്ലാം കഴിക്കാനുള്ളത് ഇവിടെ ഇരിപ്പുണ്ട്. കഴിക്കണ്ട കേട്ടാ, ഒന്നും പറ്റൂല. അല്ല, നീനിപ്പം അവനെ കൊണ്ട് താഴോട്ട് പോകണ്ട, ഇവിടെ ഇരുന്നാ മതി. അപ്പൊ എല്ലാവരുടെ ഒരു കണ്ണുണ്ടാവുമല്ലോ. ഇവിടെയൊക്കെ വളരെ. അതെ, ഒരു കാര്യം ഞാൻ പറയാം, പെണ്ണുങ്ങളോടാ പറയാനുള്ളത്. ഈ ആണുങ്ങളോട് വെറുതെ പടപടാന്ന് ചാടി ചാടി ഓരോന്ന് പറയാൻ നിൽക്കരുത്. ഇനിയിപ്പോ അതൊന്നും പറയാനുള്ളത് ഒരു കാര്യം വിഷമം കൊണ്ട് വരുമ്പോ എടുത്ത് ചാടിയിട്ട് ഓരോന്ന് ചെയ്യരുത്. ഒന്ന് ആലോചിക്കണം. ഇതിപ്പോ ചെക്കൻ കാണോണ്ട് രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ ഇപ്പോൾ നീ ഉണ്ടാവോ? സത്യം, എന്റെ റൊണാൾഡോ ചേച്ചനെ എല്ലാരും കുറ്റം പറയും. ഇവിടെ വന്നിരിക്കുന്നു, ഇവിടെ വന്നിരിക്കുന്നെന്ന് പറഞ്ഞു. ഇപ്പൊ കണ്ടതാരാണ്? പിന്നെ അവള് ഗുളികയും മരുന്നൊക്കെ എടുത്തു തരുമ്പോ ഇതേമാതിരി ചാടി കളിക്കാനോ ശബ്ദിക്കാനോ നിൽക്കരുത്. അത് മേടിച്ച് കഴിച്ച് മിണ്ടാതിരിക്കുക. ഒരാഴ്ച റെസ്റ്റ് ചെയ്യണം. പറയരുത്. നിനക്ക് എന്തിനാ ചെയ്തത്?
നിനക്ക് എന്തോ തോന്നി? എന്നാ കൊണ്ടേ കടത്തിക്കോനി, ഇനി കുറച്ച് ദിവസം റെസ്റ്റ് ചെയ്യട്ടെ. പിന്നെ വായൊന്നും തുറക്കാൻ പറ്റൂല. ആ കഞ്ഞിയേ അതിനകത്ത് അതൊന്ന് മിക്സിയിൽ അടിക്കട്ടെ, ജ്യൂസ് ആക്കി നല്ലോണം ലൂസ് ആക്കിക്കോ. ഞാൻ പറഞ്ഞെങ്കിൽ ഇവിടെ കിടന്നാൽ മതി, ഇവിടെ ആകുമ്പോ എല്ലാവരും ഒരു നോട്ടം കിട്ടുമല്ലോ. ഇവിടെ കിടന്നാ മതിയോ ക്ലീറ്റോ? അത് മതിയായിരുന്നു ക്ലീറ്റോ ചേട്ടാ. വേണ്ട അവിടെ കിടന്നോട്ടെ. അമ്മാവന്റെ മുറി റെഡിയാക്കാന്ന്. എങ്ങനെയാ ആംഗ്യം കാണിക്കാനായിട്ടും പറ്റൂല പാവത്തിൽ. നിന്നത് കൊണ്ടുപോ. നോക്കിക്കൊള്ളണേ. ഞാൻ എനിക്ക് കഞ്ഞി അടിച്ചു. എന്ത് പിടിക്കാൻ പറഞ്ഞാ പിന്നെ? ഞാൻ പിടിക്കാം. കൊണ്ടാക്കും. കഞ്ഞിയൊക്കെ പിന്നെ അടിച്ചാ ആ മോനെ എന്നാ ഇത് പിടിച്ചോ, കളയല്ലേ. താടി അനങ്ങാതെ നോക്കിക്കൊള്ളണേ. താടി എന്തായാലും മേടിച്ചു കൊടുക്കാനൊക്കെ ഉണ്ടെങ്കിൽ എപ്പോഴും ഇവിടെ ഉണ്ടാവണം. 2 മിനിറ്റ് താമസിച്ചായിരുന്നെങ്കിൽ ഈശ്വരൻ നമ്മുടെ കൂടെ അതെ ചേച്ചോടിക്ക് ഇതാ പറയുള്ളത്. പരിസരം ഇതൊന്നും നോക്കാണ്ട് ഈ പടപടാന്നുള്ള ചീത്ത പറയുന്ന ദേഷ്യപ്പെടലും ഉണ്ടല്ലോ. ചേച്ചി അത് കുറച്ചൊന്ന് നിയന്ത്രിച്ചാൽ നല്ലതാ. എന്റെ മനസ്സ് ഇതുപോലെ ലോല എനിക്ക് വിഷമം തട്ടിയാ എന്താ ചെയ്യാന്ന് പറയാൻ പറ്റില്ല. ഇത് നല്ല കൂത്താണ്. അങ്ങാടി തോറ്റ അമ്മയുടെ നെഞ്ചത്തെന്ന് പറഞ്ഞ എല്ലാം കൂടെ എന്റെ നെഞ്ചത്തോട്ടാണ് കയറി വരുന്നത്. ഞാൻ പറയുന്നത് ആണുങ്ങൾക്ക് ഒരു വിലയും ബഹുമാനമൊക്കെ കൊടുക്കണം. കുടുംബത്തോടുള്ള സ്നേഹം കൊണ്ടാണ് അവരിവിടെ വന്ന് കൊച്ചു കുട്ടിയെ പോലെ നിൽക്കുന്നത്. അപ്പൊ അവരങ്ങനെ നെഞ്ഞത്ത് കയറല്ല ചെയ്യാ. എല്ലാരും എന്നെ തന്നെ പറഞ്ഞോളി. എന്തെങ്കിലും ദൈവമേ ഒന്നും സംഭവിച്ചല്ലോ. എന്തെങ്കിലും സംഭവിച്ചെങ്കിൽ എന്റെ കൊച്ചു വിധവയായി പോവത്തില്ലായിരുന്നോ? വാ തുറന്നേ. അല്ല വേണ്ട, വാ തുറക്കണ്ട. വാ ഒരു കാരണവശാലും കരയല്ലേ ഇങ്ങനെ. ഇത് മാറൂല്ലേ പൊന്നെ. വാ തുറക്കണ്ട, ഞാൻ എങ്ങനെയെങ്കിലും ഇത് തുറന്ന് വെച്ചോളാം. ഇങ്ങനെയൊക്കെ ഇരുന്ന് എനിക്ക് സഹിക്കാൻ പറ്റൂല കേട്ടോ. എങ്ങനെയുണ്ട് തങ്കം? സംസാരിക്കാൻ പറ്റുന്നില്ലല്ലേ? ഒന്നും സംസാരിക്കാൻ പറ്റില്ല. പിന്നെ സംസാരിക്കൂല ഇപ്പൊ. നീ ചാടി പിടിച്ച് ഇങ്ങോട്ട് വരേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു. ഒരു 10 ദിവസം ആശുപത്രി കിടന്നുകൂടായിരുന്ന? പറഞ്ഞാ കേക്കണ്ടേ? ഒന്ന് തന്നെ പറഞ്ഞോണ്ടിരിക്കായിരുന്നു. അവസാനം ഡോക്ടറിന് വരെ ദേഷ്യം വന്ന്. ആലോചിച്ച് നോക്കിയേ, വാ തുറന്ന് അടയ്ക്കാത്ത മനുഷ്യനെ പറൂന്ന് പറഞ്ഞോണ്ടിരുന്ന വെച്ചതാ. അപ്പൊ വാ തുറക്കാത്ത അവസ്ഥയായി. എല്ലാം ജ്യൂസായിട്ടേ പോവുള്ളൂ. കഞ്ഞി ജ്യൂസ് അടിച്ചു കൊടുക്കുവോ? വലിയ കഷ്ടമായിപ്പോ. പിന്നെ ഇപ്പൊ നമ്മുടെ പാർട്ടിയുടെ വാർഷിക കണക്ക് എടുക്കുക നടക്കുക. ഞങ്ങളെല്ലാരും കുറെ പൈസ അതിനകത്ത് എടുത്തിട്ടുണ്ട്. പിന്നെ ഞങ്ങളെല്ലാരും എടുത്തിട്ടുണ്ട്. ക്ലീറ്റോ എടുത്തിട്ടുണ്ട്. പിന്നെ അപ്പൊ കൂടെ സാറ് പറഞ്ഞു ഇപ്പൊ അത് പെൻഡിങ് പിന്നീട് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആണോ? കൊറേ പൈസ ഉണ്ടാവോ? അളെ ഒരു 22,000 ഉണ്ട്. ദൈവം ഒരു 16, ഞാനൊരു 10. അങ്ങനെ കുറച്ച് പൈസകളുണ്ട്. എല്ലാരും വെക്കണം. ഇപ്പം എന്തളിയാ ക്ലീറ്റോന്റെ കാര്യത്ത് നിങ്ങളാരും വിഷമിക്കണ്ട കേട്ടോ. ഞാൻ കുടുംബശ്രീന്ന് ലോൺ എടുത്ത് വെച്ചോളാം. അല്ല ഇപ്പം തങ്കം കുടുംബശ്രീന്ന് എടുക്കണ്ട. ഞങ്ങളൊരു പിരിവ് നടത്തിയിട്ടുണ്ട് അളിയന്റെ പേരിൽ. അതൊരു 10-14,000 രൂപ ഉണ്ട്. അതിന്റെ ബാക്കി പൈസ ഇങ്ങോട്ട് തന്നാ മതി. ആണോ? അപ്പൊ ഞങ്ങൾ അതങ്ങ് അടച്ചോളാം. എന്താ പറഞ്ഞേ? എന്ത് പിരിച്ചേന്ന്? അയ്യോ അളിയാ, പിരിക്കണം. അത് പിരിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു നിയമമാണ്. പിന്നെ അത് മാത്രമല്ല, അളിയനെ കണ്ടിട്ട് അപ്പുകുട്ട സാർ പറഞ്ഞു എന്തോന്നറിയാം, ഇവിടെ വന്ന് എല്ലാം അന്വേഷിച്ചിട്ട് സ്ഥിതി മോശമാണെങ്കിൽ 2 ബക്കറ്റോട്ട് ഇറങ്ങിക്കോളം പറഞ്ഞിരിക്കുക. പുതിയ 2 ബക്കറ്റ് വാങ്ങിച്ചു തന്നിട്ടുണ്ട്. ക്ലീറ്റോന്റെ പേരിൽ തണ്ടാൻ ഒരാളെ ഞാൻ സമ്മതിക്കൂല. തങ്കം ക്ലീറ്റോടെ കൈ ഇങ്ങോട്ടൊന്ന് എടുത്തു തന്നെ. എന്തായാലും ഞങ്ങൾ ആ പൈസ പിരിച്ചല്ലേ. ഇങ്ങോട്ട് ഇടാ പൈസ. അപ്പൊ അളിയന് ഈ പൈസ നമ്മൾ അങ്ങോട്ട് തരികയാണ്. 14,000 രൂപ നമ്മൾ പിരിച്ചതാണ്. പിന്നെ അളിയ 22,000 രൂപയാണ് നമുക്ക് പാർട്ടിയിലോട്ട് അടയ്ക്കാനുള്ളത്. അപ്പൊ ഈ 14 ഞങ്ങൾ ഇങ്ങനെ എടുക്കുകയാണ്. ബാക്കി 8,000 രൂപ തങ്കം തന്നാ മതി. എന്റെ പേരിൽ പിരിച്ച പൈസ ഇവിടെ വെച്ചിട്ട് പോയിട തെണ്ടികളെ. അപ്പൊ അത് ശരിയല്ലേ? എന്ത് ഇനിയും പിരിക്കണോ? പിരിക്കാം. ബക്കറ്റൊക്കെ റെഡി ആളിയാ. നിങ്ങളിവിടെ ഉണ്ടായിരുന്നോ? ജംഗ്ഷനാണെന്ന് നമ്മ വല്ല പറഞ്ഞു. എന്ത്? ആ പൂരാട ശശി എന്ന് പറഞ്ഞ വൃത്തികെട്ട അവിടെ നാട്ടുകാരോട് മൊത്തം പറഞ്ഞു. മച്ചമ്പി രാത്രിയിലെ മച്ചമ്പി ആരാണ്ട് വന്ന് കൂട്ടത്തല്ല അടിച്ചാണ്. എന്റെ ദൈവമേ, അതിനകത്തേക്ക് ഒരുമ്പടക്കത്തിന് പോയി അടിച്ചാന്ന്. ഞാൻ പറഞ്ഞു, നാട്ടുകാരെ വിളിച്ചോട്ട് പറഞ്ഞു അങ്ങനല്ല സംഭവം. എന്റെ മച്ചമ്പി തൂങ്ങിച്ചാവാൻ കയറിയപ്പോഴേ ഞാൻ ഉറുമ്പടക്കം പിടിച്ച് അങ്ങനെ പോയി പെടലി പോയി അടിച്ചാന്ന് ഞാൻ പറഞ്ഞു. എന്റെ മച്ചമ്പി മോശക്കാരനാൻ പറ്റത്തില്ല. തൂങ്ങിച്ചാവാനാ? ആര്? ഹോസ്പിറ്റലിൽ പറഞ്ഞ അങ്ങനല്ലേ, ബാത്റൂമിൽ വീണെന്നല്ലേ? അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. എന്തോന്നാണ് ഈ കാണുന്നത്? അളിയൻ ഇത്രയും വലിയ പ്രശ്നം എന്തോ? എന്തായാലും പാർട്ടിക്കകത്ത് പ്രശ്നമൊന്നുമില്ല.
ഒരേ കുടുംബത്തിൽ വല്ല പ്രശ്നമുണ്ടോ? തങ്കം ഇവിടെ വല്ല പ്രശ്നമുണ്ടോ? കണ്ടില്ലായിരുന്നു തെറ്റി. ആർക്കും ഞാൻ വിട്ടുകൊടുക്കത്തില്ല. പിടിക്കല്ലേ, നിങ്ങൾ പൊക്കോ. ഇപ്പൊ ഇങ്ങനെയാ. ശരിയല്ലേ? ചായ ഒന്നും വല്ല വേണ്ടല്ലോ. വേണ്ട, ഒന്നും വേണ്ട. അളിയന് വല്ലോ കൂടു, നല്ല ആഹാരമൊക്കെ കൂടു, ജ്യൂസൊക്കെ കൂടു കേട്ടോ. നടക്കണം. ശരി. എന്നെ ഈ പരുവത്തിലാക്കിയിട്ട് നിനക്ക് മതിയായില്ലടാ ദുഷ്ടോ. ഉണ്ട് കൂടെ. ബോലാറാം. റൊണാൾഡോ അല്ലേ പോണു? റൊണാൾഡോ ആ തമ്മിയാണ്. ഡേ എങ്ങനെയുണ്ട്? പുള്ളിക്ക് എങ്ങനെയുണ്ട്? ക്ലീറ്റാക്കി ഇനി കൊണ്ടുപോ, ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുവന്നു. കൊണ്ടുവന്നോ? ആ അയ്യോടാ, ഞാൻ സൂര്യ തന്നെ വിളിച്ച് പറഞ്ഞായിരുന്നേ. ആ കുഴപ്പമൊന്നുമില്ലല്ലോ. കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാ ആ. എന്തോ നമ്മുടെ അടുത്ത് പറയാൻ ശ്രമിക്കുന്നുണ്ട്. ശരീരവേദന മൊത്തം. ആ പക്ഷെ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അന്നേരം തൊട്ട് എന്തോ പറയുക. ആണോ? അല്ല അപ്പൊ എഴുതി കാണിക്കാൻ പറയാം. രണ്ട് കയ്യിലും പഞ്ചറല്ലേ, താടിയലിന് ഇളക്കൊണ്ടായിട്ട് സംസാരിക്കാനും പറ്റത്തില്ല. അയ്യോടാ, മുഖം കൊണ്ട് ഇങ്ങനെ ആംഗ്യം കാണിക്കും. മോൻ കൊണ്ട് കാണിക്കോ? ആ. മതി, നമുക്കത് കണ്ടുപിടിക്കാം. എങ്ങനെ? ഞാൻ ഈ ഊമപ്പെണ്ണ് ഉരിയാടാ പയ്യെന്ന് പറഞ്ഞൊരു നാടകമുണ്ട്. ആ. അതിനകത്ത് പഠിക്കാൻ വേണ്ടി മൂങ്ങനായിട്ട് അഭിനയിക്കാൻ പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ബദ്രി സ്കൂളിൽ പോയി ഇതൊക്കെ കുറച്ച് വശത്താക്കിയ അവരുടെ ആക്ഷൻസും മുഖത്തിന്റെ ഇതൊക്കെ കാണുമ്പോൾ കുറെ മനസ്സിലാവും. ആണോ? ഞാൻ കണ്ടുപിടിച്ചു തമ്പുരാനായിട്ട് കൊണ്ടുവന്നു. ബാബാ കണ്ടുപിടിച്ചു തരാം. കാണിച്ചിട്ട് ആള് വീട്ടിലുണ്ടോ? വീട്ടിലുണ്ട്. എന്തോ പറയുന്നതെന്ന് അറിയണമല്ലോ. ഇത് ഓ, വേമ്പനാട്ട് കായലിന്റെ അടിത്തട്ടിലുള്ള ടൺ കണക്കിന് പ്ലാസ്റ്റിക് മാലിന്യം മത്സ്യസമ്പത്തിനെ ഗുരുതരമായി ബാധിക്കുന്നു. പ്ലാസ്റ്റിക് മാലിന്യത്തിൽ കുടുങ്ങി പ്രതിഷേധം നടത്താനാ. ഒന്ന് ഭേദാവട്ടെ, നമുക്ക് ഇതിനെതിരെ പ്രതിഷേധം നടത്താം കേട്ടോ. ഓ, നന്നായിട്ട് നടത്താം. എല്ലാവരും വേണമെങ്കിൽ കാണാൻ കൊതിയാവണ്ടെങ്കിൽ ഇവിടെ നമുക്ക് 5-6 പേരെ വിളിച്ചു വരുത്തണോ? എന്താ ദൈവമേ പറയണേ. ഇതാ ഇവനെന്തിനാ പുറത്തോടെ നിർത്തിയേക്കണേ? അയ്യോ, അപ്പുകുട്ടൻ സാറ് വിളിച്ചിട്ടുണ്ടായി. എപ്പോഴും പാർട്ടിയും പരിപാടിയും സമരമൊന്നും പറഞ്ഞ് പുറത്ത് നടക്കുന്ന ആളല്ലേ. ഇങ്ങനെ വീട്ടിൽ അടച്ചിരുത്തരുത്, ഇടയ്ക്കൊന്ന് പുറത്ത് വെയിൽ കൊള്ളിക്കണോന്ന് പറഞ്ഞ്. പുറത്ത് കൊണ്ടിരുത്തി ആരെങ്കിലും ഇത് പോണവര് വന്ന ഓരോന്ന് ചോദിക്കുമ്പോ അത് താടി ഇളകി സംസാരിക്കും. സംസാരിക്കാൻ പറ്റുന്നില്ല. താടി പല്ല് ഞാൻ കണ്ടിട്ടില്ല. ഒന്ന് സംസാരിച്ചു നോക്കണ. ശബ്ദം വരുന്നുണ്ടോ? വേണ്ട വേണ്ട. അനക്കാൻ പറ്റില്ല. ശബ്ദം വരുന്നുണ്ടോ നോക്കിയേ. എത്ര നേരം ഒന്നും വേണ്ട വേണ്ട വേണ്ട, സാരമില്ല, പോട്ടെ. അമ്മവൻ അങ്ങനെ പറയല്ലേ. അതെ, ഒരു കാര്യം ചെയ്യ്, ഒരാഴ്ച വരെ ക്ഷമിക്ക്. അത് കഴിഞ്ഞിട്ട് സംസാരിക്കാം. ശബ്ദം വരാൻ തുടങ്ങട്ടെ. എന്തോ പറയണമെന്നുണ്ട് കുട്ടിക്ക്, അതാണേ. ഇത്രയും നേരമായിട്ട് ഞാൻ ഒരു തുള്ളി വെള്ളം ഞാൻ കുടിച്ചിട്ടില്ല. ആ, അത് ശരിയാ. ഡേ, ആ നടരാജനും അൻസാറും ഇന്നലെ വന്നില്ലേ? അവരോടൊന്നും വിളമ്പിയിട്ടില്ലല്ലോ. അപ്പൊ അങ്ങനെ ചാടി കളിച്ച് ഓരോന്ന് ചെയ്തു ആരും അറിയണ്ടാട്ടാ. ഇപ്പൊ ആരാ ഇനി അറിയാനുള്ള? നാട്ടുകാര് മൊത്തം അറിഞ്ഞു. അതെങ്ങനെ? എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ എന്റെ ദൈവമേ. പിന്നെ അമ്മാവൻ ഇനി എന്നെ കുറ്റപ്പെടുത്തരുത്. ഇത് അതൊന്നും അല്ല. നിങ്ങളെല്ലാരും പറഞ്ഞില്ലേ ഞാൻ കാരണമാ, ഞാൻ വഴക്ക് പറഞ്ഞിട്ടാന്ന്. പിന്നെ ഞങ്ങൾ എത്ര വർഷമായി വഴക്കുണ്ടാക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ ക്ലീറ്റോ അങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ. ഇതിന് വലിയ വഴക്കുണ്ടായിട്ടുണ്ട്. പാർട്ടി ഓഫീസിൽ എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഇന്നലെ ഒരു കള്ളലക്ഷണം നമ്മുടെ അൻസാർഖാന്റെയും നടരാജന്റെയും മുഖത്തുണ്ടായിരുന്നു. സത്യം പറയടാ, എന്താ എന്റെ പ്രശ്നം? അത് പറയുമ്പോഴാണ് എന്തിനിത് ചെയ്തു എന്ന് ചോദിക്കുമ്പോ ക്ലീറ്റ് ഇങ്ങനെ മുഖം കൊണ്ട് ഒരു തരം ശബ്ദം. എത്ര പേരാന്നറിയാ വിളിച്ചു ചോദിക്കണത്? അവിടെ അറിഞ്ഞ എല്ലാരും അറിഞ്ഞു. പാവട്ട റൊണാൾഡോ കാരണം രക്ഷപ്പെട്ടു. സാരില്ല, ഒരാഴ്ച കഴിഞ്ഞിട്ട് എന്താ നീ ചാവാൻ തുനിയാൻ കാരണം നിന്നോട് പറ. എന്തിനാ കരയുന്നത്? ആണ്ടേ നോക്കി, നമ്മുടെ തമ്പി റൊണാൾഡോ വരുന്ന്. തലതിരിക്കാൻ പറ്റുമോ? അയ്യോ, ഇത്ര സീരിയസ് ആയിരുന്നു. അതിനോട് സുലി വിളിച്ച് പറഞ്ഞു. അവർ റൊണാൾഡോ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞു. ശരിക്കും എന്താ സംഭവിച്ചത്? ഞാന് പരിവെച്ച് കണ്ടപ്പോൾ തന്നെ കാര്യങ്ങൾ പറഞ്ഞു. കാര്യം ഈ സിനിമ അവനെയൊക്കെ പഠിപ്പിക്കുന്ന ആളായതുകൊണ്ടേ ഈ കാണിക്കുന്ന എന്താന്ന് വെച്ചാൽ പെട്ടെന്ന് മനസ്സിലാക്കി നമുക്ക് പറഞ്ഞുതരാൻ പറ്റും. ഊമപ്പെണ്ണു ഉരിയാടാ പയ്യന്റെ ഒക്കെ അതൊക്കെ ഞാൻ പോയി നാടകം ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ഭാഷ പെട്ടെന്ന് കിട്ടും, ഭാഷ കിട്ടും. ആ നാടകത്തിൽ അഭിനയിക്കാൻ വേണ്ടിട്ടേ ബദിരുമോക്ക് സ്കൂളിലൊക്കെ പോയി അതിന്റെ ഇത് പഠിച്ചെന്ന്. അത് ഓക്കെ, നോക്കൂ തമ്പി, ഞാൻ നോക്കാം. അച്ഛമ്മക്ക് പറയാനുള്ള പറഞ്ഞു.
വേദന അവിടെയൊക്കെ. ശരീരം മൊത്തം ഡാമേജ് ആയില്ലേ? പോട്ടെ 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 കഴിഞ്ഞു 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 പോട്ടെ. ശരിക്കും എന്താണ് സംഭവിച്ചത്? ഒന്ന് പറഞ്ഞു നോക്കിയ ഒന്ന് പാനക്കല്ലേ. പറഞ്ഞേ. എന്നിട്ട് ഓഹോ അതെ ശരി. കേട്ടമ്മാവാ, ക്ലീറ്റോടെ ഈ അവസ്ഥയ്ക്ക് കാരണമേ ഈ നിൽക്കുന്ന റൊണാൾഡാന്നാ പുള്ളി പറയുന്നത് അല്ലേ? ആണ് കണ്ടോ? അതെ, ഞാൻ രക്ഷപ്പെടുത്തതാ. അല്ല ഒന്നും മിണ്ടണ്ട. എന്നിട്ട് എന്താ സംഭവിച്ചത്? എന്താടാ ചെയ്തത്? എന്നിട്ട് ഓഹോ കേട്ടോമാവാ, പാർട്ടിയുടെ ഒരു രക്തസാക്ഷിയുടെ അനുശോചന യോഗം ഈ മിറ്റന്ന് നടക്കേണ്ടതാ. പക്ഷേ ഈ നിൽക്കുന്ന ആള് കയറി പിടിച്ചെന്നാണ് ഈ നിലയിലെങ്കിലും ഇങ്ങനെ ഇരിക്കാൻ പറ്റിയെന്നാ ക്ലീറ്റോ പറയുന്നത്. അല്ലേ ക്ലീറ്റോ? അത് സത്യം. ഈശ്വരയുടെ അടുത്ത് വന്നിരിക്കടാ. എന്നോടുള്ള സ്നേഹം കണ്ടടാ പാവം. അവനിവിടെ ഉണ്ട്. ഞാൻ എന്ന് നാവെടുത്ത് സംസാരിച്ചു തുടങ്ങും അതുവരെ ഉള്ളൂടാ റൊണാൾഡ് തെണ്ടി നിന്റെ ഇവിടുത്തെ പൊറുതി. അന്നെ ഞാൻ ഇവിടുന്ന് പറപ്പിക്കും.